ഭയങ്കര സന്തോഷിച്ചാ ഞാൻ കല്യാണം കഴിച്ചത്. ഭയങ്കര ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ചതാ. മേജർ കൺസേൺ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോ എന്റെ ഒരു തലയിൽ കൂടെ പോകുന്ന സംഭവം ആ ഫ്രണ്ട്ഷിപ്പ് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് റൈറ്റ് പേഴ്സൺ വരും. ഇതൊരു ഹോപ്പാണ്, റിയഷുറൻസ് ആണ്. ഇവക്ക് ചായ വേണമെന്ന് പറഞ്ഞു 4 മണിയൊക്കെ ആയപ്പോ. ബാർ അവിടെ ഒരു പബ്ബ്. ആ ബാറിൽ നിന്ന് ഇവൻ എനിക്ക് അവിടെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എനിക്കൊരു ചായ ഉണ്ടാക്കിപ്പിച്ച തമ്മ. 5 മിനിറ്റിന്റെ വീഡിയോ അവള് തന്നെ ഡാൻസ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് മര്യാദക്ക് പഠിച്ചു. ഞങ്ങൾ ലാല റിലേഷൻസിൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് ലെറ്റ്സ് ടോക്ക്. ഒരുപാട് നാളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു 2 years ആയി ലാല സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് തുടക്കത്തിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ 2 years കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എന്തിലാവും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ ഫസ്റ്റ് കണ്ടൻറ്റ് എന്തായിരിക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരുപാട് അങ്ങനെ ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഒരു സെല്ലിംഗ് പോയിൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ടൂളായിട്ടോ എനിക്കതിനെ ഉപയോഗിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾ വളരെ പ്രൗഢിയോടെ കൂടി, ഞങ്ങൾ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം നമുക്കറിയാം വളരെ വൈറലായിട്ടുള്ള ഒരു കപ്പിൾസ്. ഒരുപാട് ഇൻട്രഡക്ഷൻ്റെ കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആരെക്കുറിച്ചായിരിക്കും പറയുന്നതെന്ന്. ഞങ്ങളുടെ സ്വന്തം അഞ്ജുവും ആദിത്യനും. വെൽക്കം ടു ലാല ടോക്സ്. താങ്ക് യു. വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും. തീർച്ചയായിട്ടും അറിയാലോ, നിങ്ങൾ രണ്ടുപേരും വളരെ സുന്ദരനുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ. എന്റെ സാരി ഒക്കെ കൊള്ളാവോ? കൊള്ളാം, നല്ല രസം. ലുക്ക് വളരെ മനോഹരമായിട്ടുണ്ട്. മനോഹാരിത. പക്ഷെ ആദിത്യന്റെ അത്രയും പോരാ അല്ലേ? അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആദിത്യനാണ് വൈറൽ സ്റ്റാർ ആയിട്ടുള്ളത്. അപ്പോ എങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് നമ്മള് അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ആദിത്യന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ശരി. ആദിത്യന് ഞങ്ങളുടെ ആദ്യത്തെ സംരംഭമാണ്. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. നല്ല തുടക്കമാവണം. അപ്പോ ഡെഫിനറ്റ് ആയിട്ട് നല്ല തുടക്കമാവുമെന്ന് എനിക്കറിയാം. കാരണം മില്യൺ വ്യൂസ് ആണ് ആദിത്യം വരുന്നത്. ആദിത്യന്റെ ഫേസ് എവിടെയുണ്ടോ അതിനൊക്കെ മില്യൺ വ്യൂസ് ആണ് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ചില്ലറക്കാരനല്ലാന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ട്. അപ്പൊ ശരിക്കും ആരാണ്? ശരിക്കും താങ്കൾ ആരാണ്? ശരിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിന്റെ പുറത്ത് ഫേമസ് ആയി പോയതാണ്. ഒരിക്കലും പ്ലാൻ ചെയ്തൊന്നും അല്ല ഇതൊന്നും. ശരിക്കും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അറിയാം. പക്ഷെ ആ ഒരു എന്താ പറയുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കാണുന്നവർക്ക് അത് ബോറടി ആയിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ആങ്കർ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അഞ്ജുവിന്റെ ആദിത്യ പരമേശ്വരൻ. ആദിത്യ എന്നേ ഉള്ളൂ, ആദിത്യൻ എന്നില്ല. അപ്പോൾ ആദിത്യൻ ആലപ്പുഴയാണ് സ്വദേശം. കൂടുതൽ ആദിത്യ ശരിക്കും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നൊന്നുമില്ല, നന്നായി സംസാരിക്കുന്ന വളരെ ചില്ലി വൈബുള്ള ഒരു കിടിലൻ മനുഷ്യനാണ് ആദിത്യൻ. അപ്പം സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും. ഞാൻ ആലപ്പുഴക്കാരനാണ്. 10ാം ക്ലാസ് വരെ ആലപ്പുഴയിലാണ് പഠിച്ചത്. ഞങ്ങൾ അവിടെയാണ് ജനിച്ചു വളർന്നത്. അമ്മയച്ഛനും ആലപ്പുഴയിൽ നിന്നാണ്. അച്ഛനും അമ്മയും ആലപ്പുഴക്കാരാണോ? അതെ, ആലപ്പുഴക്കാരാണ്. ഞാൻ അവിടെ 10 വരെ പഠിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് കോളേജ് NIT കാലിക്കറ്റിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തു NIT സൂറത്ത് കല്ലിൽ. ഞാൻ സിവിൽ എഞ്ചിനീയർ തന്നെയല്ലേ പറഞ്ഞത്? NIT. അപ്പൊ ആദ്യത്തെ വളരെയധികം ബുദ്ധി നല്ല ഹൈ ലെവലിലുള്ള ആളാണ് കേട്ടോ. അപ്പൊ എനിക്കൊക്കെ സംസാരിക്കാം. വെറും ദുഷ്പ്രചരണമാണ്. എന്റെ ഒക്കെ റേഞ്ചിലുള്ള 5 വേണേ കുറച്ച് നീങ്ങിയിരുന്നു. ഞങ്ങളുടെ ഒരു ബുദ്ധിപരമായ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ ഗവൺമെന്റ് വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ. പിന്നെ അതിനുശേഷം ഞാൻ കൺസൾട്ടൻസിയിലാണ് വർക്ക് ചെയ്തത്. ആദ്യം കുറച്ച് നാൾ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയിലായിരുന്നു ഹൈദരാബാദിൽ. പിന്നെ ബാംഗ്ലൂരിൽ വന്നു.
പിന്നെ അവരിപ്പോൾ ഒരു MNC-ലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ച് നാൾ ഡൽഹിയിലായിരുന്നു, പിന്നെ ലണ്ടനിലായിരുന്നു, ഇപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിൽ വന്നു. അപ്പോൾ അങ്ങനെ അഞ്ജുവിനെ നമ്മൾ പ്രത്യേകം ഇത്ര നേരം ഒരു 10 സെക്കൻഡൊക്കെ നീ മിണ്ടാതിരുന്നത് എനിക്ക് ഭയങ്കര അതിശയമുള്ള കാര്യമാണ്. അവനത് പറഞ്ഞു തീർക്കാൻ സമ്മതിച്ചു എന്നുള്ളത്. അപ്പോൾ അഞ്ജു പറയൂ, അഞ്ജു എങ്ങനെയാ? ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പല എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ പല വഴിയിലൂടെയാണ് ആദിത്യനെ എന്താ പറയുക ആൾക്കാർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദിത്യന്റെ ഇൻസ്റ്റാഗ്രാം പ്രൈവറ്റ് ആണ്, അല്ലേ? അതുകൊണ്ട് ആദിത്യന്റെ ആകെ ആ പ്രൊഫൈൽ പിക്ക് മാത്രമേ, പിന്നെ കല്യാണത്തിന്റെ ഫോട്ടോസ്. കോമഡി എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇതിലെ ആൾക്കാർ തപ്പിപ്പോകുന്ന അറിയത്തില്ല, ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വന്ന് പണ്ട് ലണ്ടനിൽ വെച്ചെടുത്ത ഒരു പ്രൊഫഷണൽ പിക്ക് ഒക്കെ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് കണ്ട് ഞാൻ തന്നെ ഞെട്ടി. ചില്ലറക്കാരനല്ല. നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ തപ്പിപ്പോകുന്നോ. അല്ല, എന്നോട് ഇവൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഫുൾ ബ്ലോൺ ഒരു സെലിബ്രിറ്റി മോഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇതിന്റെ എക്സ്റ്റെൻഡ് ഇത്രയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഓർത്തു കുറച്ച് പേരൊക്കെ വരുമായിരിക്കും, 2-3 ന്യൂസൊക്കെ വരുമായിരിക്കും, ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജ് വരും, അതോടെ തീരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ 6.5 മില്യൺ ആളുകൾ കണ്ടു എന്നുള്ള ഇത് കുറച്ചൊരു ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു. കല്യാണ ദിവസവും നിങ്ങൾ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ആൾക്കാർ പുറത്ത്. സത്യം പറയാൻ നമ്മൾ ഇന്റിമേറ്റ് ഇവന്റ് ആയിരുന്നു, നമ്മുടെ ക്ലോസ് ഫാമിലിയും റിലേറ്റീവ്സും മാത്രമേ, നമ്മുടെ ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് പെട്ടെന്ന് എല്ലാരും കൂടെ വന്നപ്പോ ഇവനും പേടിച്ചു പോയി, പക്ഷെ ഇവനും ഞെട്ടിപ്പോയി, പേടിച്ചു. പേടിച്ചിട്ടൊന്നുമില്ല, ഞാൻ നല്ലോണം പേടിച്ചായിരുന്നു. എന്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഇത്ര ആളുകളെ കണ്ടപ്പോഴത്തേക്ക് ഇവര് ഞാൻ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ. പക്ഷെ അത് പിന്നെ നമുക്കത് റിയലൈസേഷൻ വരും, നമ്മുടെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് ആണ് ഇനി അങ്ങോട്ടെന്നുള്ള ഒരു കാര്യം. കാരണം ഇവൾക്ക് അത്യാവശ്യം ഫേമസ് ആണ്, ഇപ്പൊ ഞാനും കുറച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പോയിന്റ്. കുഴപ്പമില്ല. ആദിത്യനോട് ചോദിക്കണോ അഞ്ജുനോട് ചോദിക്കണോ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കല്യാണത്തിലേക്ക് എത്തിയതെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ആദിത്യം പറയട്ടെ അല്ലേ? ഈ സ്റ്റോറി ഞാൻ റിവീൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി അന്ന്. പക്ഷെ അപ്പൊ എന്നോട് എന്റെ ചാനലിൽ റിവീൽ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നോ? ഇല്ല, പക്ഷെ റിവീൽ ചെയ്യാന്ന് ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു. അപ്പൊ ഇതാണ് ആ പ്രോമിസ്, ഞാൻ ആ പ്രോമിസ് കീപ്പ് ചെയ്യുക. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ഫാമിലീസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം കുറേ നാളായിട്ട്. പക്ഷെ ഞങ്ങൾ വീണ്ടും ക്ലോസ് ആയത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ അഞ്ജു ഇങ്ങനെ റീൽസും യൂട്യൂബിലൊക്കെ ഫേമസ് ആയപ്പോഴത്തേക്ക് ഞാൻ റീച്ച് ഔട്ട് ചെയ്തായിരുന്നു, സംസാരിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരിക്കൽ ഞങ്ങൾ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആയിരുന്നു ഫാമിലിയായിട്ട്. അമ്മയും അച്ഛനും ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അപ്പോൾ അവരവിടെ സെറ്റിൽഡ് ആയിരുന്നതുകൊണ്ട് അഞ്ജു ഒരിക്കൽ ട്രിവാൻഡ്രത്തായിരുന്നു വർക്കിംഗ് അല്ല, ഞാൻ ആ സമയത്ത് കോവിഡ് ആയിരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ ഞാൻ അവിടെ വീട്ടിലുണ്ട്. ആ ടൈമിൽ അപ്പോൾ അഞ്ജു അന്ന് ഒരു ന്യൂ ഇയർ ഇവന്റിന് വർക്കല വന്നു. അപ്പോൾ ഞാനും വർക്കല പോയി, എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൊണ്ടുപോയി ആ ഒരു ഇവന്റിന്. എന്നിട്ട് അപ്പോൾ അഞ്ജുവിന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അതിലൊരു ഫ്രണ്ടാണ് ഐശ്വര്യലക്ഷ്മി. അപ്പൊ ഐശ്വര്യലക്ഷ്മിയാണ് ഹംസം നമ്പർ 1. രണ്ടാമത്തെ ഹംസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ട് ആഷിഖ് രാജ, എൻ്റെ പഴയ സ്കൂളിലെ ഫ്രണ്ടാണ്, ആലപ്പുഴക്കാരനാണ്. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സ്. അപ്പൊ അഞ്ജുനും ആഷിഖിനും ഒക്കെ അറിയായിരിക്കും അല്ലേ നേരത്തെ തന്നെ? അപ്പൊ ആഷിഖ് കൊച്ചി തന്നെ സെറ്റിൽഡ്, അപ്പൊ ഇവർക്ക് തമ്മിലും കണക്ഷൻ ആയി കുറെ നാൾ കൊണ്ട്. അപ്പൊ ആഷിഖും ഐശ്വര്യലക്ഷ്മിയാണ് ഏകദേശം ഇതിനകത്ത് വർക്ക് ചെയ്ത് അവസാനം ഇത് ഇവിടെ എത്തി. ആ ന്യൂ ഇയർ ഞാൻ എവിടെയായിരുന്നു? ആ ന്യൂ ഇയറിൽ ഞാനിപ്പോ എത്ര ആലോചിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ ആ ന്യൂ ഇയർ വർക്കലയിൽ വിളിച്ചില്ല. പക്ഷെ എനിക്ക് ഞെട്ടൽ എന്താണെന്നറിയാമോ, ഇത്ര നേരം ഞാൻ മിണ്ടാതിരിക്കുന്നു. ശരിക്കും ഞങ്ങൾ ആകെ വണ്ടറായി പോയി. ആരെയൊക്കെ അത് വണ്ടറായിട്ടിരിക്കുന്നു, അഞ്ച് മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ പറയട്ടെ. അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തി? അങ്ങനെ വർക്കലയിൽ വെച്ചായിരുന്നു വർക്ക് ചെയ്ത്. അതെ, പിന്നെ ഹംസങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി എഫേർട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു പുഷ് തരണ്ടേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങളിത് മുമ്പിലോട്ട് എടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ഒരുപാട് സംസാരിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് മുമ്പിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ആദ്യം കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഇത് ശരിയാകുമോ, ഇത്രയും പ്രായമായി ഇനി മുമ്പിലോട്ട് എങ്ങനെ ഇത് എടുക്കുന്നതെന്നൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു
പക്ഷെ അപ്പോഴും ഫ്രണ്ട്സ് ആണല്ലോ. ഉം. അപ്പൊ എന്റെ ഒരു തലയിൽ കൂടെ പോകുന്ന സംഭവം ആ ഫ്രണ്ട്ഷിപ്പ് പോകുമോ അത് എന്നുള്ളൊരു ruined ആയി പോകുന്നു. ടെൻഷൻ ശരി, ശരി. ഉണ്ടായിരുന്നു. അത് എന്നോട് പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഇത് ഇതെങ്ങാനും ഇപ്പം നമ്മളെങ്ങാനും ബ്രേക്കപ്പ് ആയി breakup പോയി ആയി കഴിഞ്ഞു പോയാ. കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് പോയല്ലോ. അതെ 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 അപ്പൊ ഒരു നല്ല ഫ്രണ്ടിനെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സംഭവം വരുമല്ലോ, അതും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു. പിന്നെ ഇവള് ഒരുപാട് റിലക്റ്റൻസ് കാണിച്ചിരുന്നു ആദ്യം. എന്ന് വെച്ചാൽ എന്റെ ഫീൽഡ് അല്ല നിന്റെ ഫീൽഡ്, നിന്റെ ഫീൽഡ് എൻ്റെ ഡിഫറെന്റ് ആണ്. നീ ഫെയിം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം നീ നല്ലോണം ആലോചിച്ചിട്ട് വേണം ഈ തീരുമാനം എടുക്കാൻ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ പാരൻസിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചപ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായ കൺസേൺസ് വന്നു. എന്ന് വെച്ചാൽ അവർക്കും അറിയില്ലല്ലോ ഇത് എങ്ങനെയായത് നമ്മളിത് അവരെ കൺവിൻസ് ചെയ്തത് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നുള്ളൊരു. അല്ല എന്റെ ഡൗട്ട് എന്താ വെച്ചാല് അന്നേരം സ്റ്റിൽ ആദിത്യൻ ബാച്ചലർ ആയിരുന്നു. അതെ അതെ അല്ലെങ്കിൽ ആദിത്യൻ ഈ ഒരു ഏജിൽ നമ്മുടെ വളരെ ചുരുക്കമാണ്. അല്ല പക്ഷെ ഞാനൊരു ടൈം ആയപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഇനിയും സിംഗിൾ ആയിട്ടായിരിക്കും ലൈഫ് പോകുന്നത്. കാരണം കുറെ ടൈം ഈ ജോലിക്കും കല്യാണം ആലോചിച്ചിട്ടുണ്ടോ വീട്ടില്? വേറെ കല്യാണം പല ടൈമിൽ കല്യാണം ആലോചിച്ചിട്ടുണ്ട്. ആ കുട്ടി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അപ്പൊ ആ പോസ്റ്റ് കോവിഡ് സമയത്താണ് നമ്മള്. ഞാൻ പോയില്ല കാണാൻ. എൻ്റെ ഒരു കുട്ടിയെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ മോളെ ഒരു കഫേ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞു. അല്ല എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടില്ല. കാരണം എൻ്റെ കോൺസെപ്റ്റില് ഒരാളെ കണ്ടിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഇമോഷണൽ കണക്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാനത് അടുത്ത സ്റ്റെപ്പിലോട്ട് നീക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ വീട്ടിലും എപ്പോഴും ഒരു പഠിത്തം അങ്ങനത്തെ ഒരു മോഡിലാണ്. അപ്പൊ ഞാൻ എപ്പോഴും പഠിപ്പ് എന്നുള്ള ഒരു ഇതിലായത് കൊണ്ട് ഒരിക്കലും അങ്ങനെ അതിലേക്ക് എത്തിയിട്ടില്ല ഒരിക്കലും. എന്നും ക്ലാസ്സിൽ ഫസ്റ്റ് ഒക്കെ ആയിരിക്കും അല്ലേ? പണ്ട് 10ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. 10ാം ക്ലാസ്സിൽ എത്ര സ്കോർ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഒന്ന് 94.73 ആയിരുന്നു എനിക്ക് സ്കോർ 10ല്. മാത്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള വിഷയം. മാത്സ് ഫിസിക്സ്. ടഫ് അല്ലേ? സമ്മതിക്കണം. ലക്ഷ്മി നിനക്ക് അയ്യോ അത് പുറത്തു പറയാൻ പറ്റാത്ത. ഞാൻ പറയില്ല, അത് എന്നോട് ചോദിക്കരുത്. അതുകൊണ്ടാണ് മുന്നേ ചോദിച്ചത് നിന്റെ അടുത്ത്. അല്ല ഞങ്ങൾക്ക് ഈ ഒരു കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തിനെ പറ്റി സംസാരിക്കും, ഞങ്ങൾ എന്ത് കാര്യങ്ങളെ പറ്റി. പക്ഷെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പാട്ടെന്നുള്ള സബ്ജക്ട് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നേ ആദ്യം ആരാധിക പാടും. ഏത് പാട്ട് പാടിയാലും കുഴപ്പമില്ല. ഒരു കയ്യബദ്ധം. ശരിക്കും നീ എന്തിനാണ് കരഞ്ഞത് ആരാധിക പാടിയപ്പോ? ഇത് കൊറേ പേര് ചോദിക്കുന്നുണ്ട്. ഇന്ന് ആക്ച്വലി ഞാനൊരു ഷോയ്ക്ക് പോയപ്പോ അവിടത്തെ ആ കോളേജിലെ ആൾക്കാര് ചോദിച്ചു എന്തിനാ. പക്ഷെ അതില് ഞാൻ വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു വരിയുണ്ട്, കമന്റ് ഉണ്ട്. അതായത് അയാളെ ഹാർട്ടിനെ ടച്ച് ചെയ്യുന്ന എന്തോ ഒരു സാധനം ആ വരിക്കകത്തുണ്ട്. അത് ഏത് വരിന്ന് അറിയാമോ? അതിൽ നമ്മളൊന്നും ചേർന്നിടും എന്നാണ് വരി. അപ്പൊ അത് ഒരു കുറെ നാളായിട്ടുള്ളൊരു കരയൂടെ ഇമോഷണൽ ആവും. പക്ഷെ ഞാൻ ശരിക്കും ഇമോഷണൽ ആളാണ്, സെൻസിറ്റീവ് ആണ്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് നോ. എന്താ പറയാ, എപ്പോഴും പറയും ഫേക്ക് അല്ല, പുരുഷന്മാര് കരയാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലേ. എനിക്ക് ഇമോഷൻസ് കാണിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പൊ കരച്ചിലാണെങ്കിലും ഈവൻ ദേഷ്യം മറ്റേ വയലൻസ് സാധനങ്ങളൊന്നും അല്ല, പക്ഷെ ഒരു ചെറിയ അളവില് ഹെൽത്തി ആയിട്ടുള്ള ആങ്കറും കാണിക്കണം എന്ന് തന്നെ ഉള്ള ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതെനിക്ക് തോന്നുന്നു അത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ച് കൃത്യമായ ബോധ്യമുണ്ട് ആദ്യത്തിന്. അത്രയും ആൾക്കാർ നോട്ട് ചെയ്യുന്നു അല്ലെ, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അത് അത്രയും പാവമായതുകൊണ്ടാണ്, തീർച്ചയായിട്ടും ആയതുകൊണ്ടാണ് അത് കരഞ്ഞത്. ഞാൻ മാക്സിമം ശ്രമിച്ച് നിർത്താനായിട്ട് പറ്റുന്നില്ല. ഞാനിങ്ങനെ പെട്ടെന്ന് സ്നേഹം കൊണ്ട് പിന്നെ അവൻ കണ്ണിന് പെട്ടെന്ന് ബ്ലോക്ക് ആയത് എവിടെയെന്ന് അറിയാമോ? അവന്റെ മേക്കപ്പ് പോവോന്നുള്ള ഒരു ടെൻഷൻ വന്നപ്പോ പെട്ടെന്ന് അല്ല എന്റെ സിസ്റ്ററൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞായിരുന്നു, ചേട്ടാ മേക്കപ്പ് പോകും, കരച്ചിൽ നിർത്ത്. പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ആണ് നിങ്ങൾ കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലേ? അതപ്പം അതെങ്ങനെ, ആരാ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? അതില് എനിക്ക് തോന്നുന്നു നീ മറ്റേ അഞ്ചു എപ്പോഴും മറ്റേ ആ ഒരു മറ്റേ ഉപദേശവും എല്ലാം നീ സെലിബ്രിറ്റി ലൈഫ് ഒന്നും പറ്റത്തില്ല. അപ്പം അവള് കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. സെലിബ്രിറ്റി ലൈഫ് പറ്റത്തില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം
എനിക്കറിയത്തില്ല ഇവനത് എങ്ങനെ അഫക്റ്റ് ചെയ്യും നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നതാ. ഞാനത് എങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആൾക്കാർ വന്നപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായിപ്പോയി. ഇവനങ്ങ് ടെൻഷനായി പോയോ. രജിസ്റ്റർ മാരേജ് ചെയ്ത ദിവസം എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര രസമുള്ളൊരു ഇവനായിരുന്നു സത്യത്തില്. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് പറയല്ല, പക്ഷെ സൂപ്പർ കല്യാണമായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്. ഫണ്ണായിരുന്നു. നമ്മളെല്ലാവരും ചില്ല് ചെയ്ത് ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേരം ചില്ല് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകും. പിന്നെ പ്രപ്പോസ് ചെയ്ത സംഭവം ആദിത്യ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. ആദിത്യ ആദ്യം തൊട്ടേ ഹി വാസ് റെഡി ഫോർ മാരേജ്. ഇമോഷണൽ കണക്ട് ഉണ്ടായിരുന്നു അല്ലേ? എനിക്കൊരു ഇച്ചിരി പേടിയുണ്ട്. ഒന്ന്, ഇച്ചിരി പാസ്റ്റ് വിഷയങ്ങളുടെ പേടി എനിക്ക് സ്വാഭാവികമായിട്ടുണ്ട്. രണ്ടാമത്തേത്, എനിക്ക് അടുത്ത സാധനം എനിക്ക് പ്രൊട്ടക്ഷൻ പരിപാടിയുണ്ട്. ഇവനത് എങ്ങനെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ന്യൂസ് വന്നാൽ ഇവനത് വിഷമമാകുമോ, എന്തൊക്കെയാ വരാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ചിലപ്പോ ഞാൻ പറഞ്ഞു ഒന്നും വരത്തില്ല, ഒരു മനുഷ്യനും വരില്ല, രണ്ടും നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്രയും വൈറലാവും ഇല്ല, പോസിറ്റീവായിട്ടാണ്. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാര് ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്നുള്ളത് ഒരു റിയലൈസേഷൻ ആണ്, അതൊരു ഹോപ്പ് പോലെയാണ് ആക്ച്വലി. എനിക്ക് കുറെ പേര് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി ഗിവിംഗ് അസ് ഹോപ്പ്. നമുക്ക് ഈ ഒരിക്കലൊരു മേജർ ഹാർട്ട് ബ്രേക്കോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സോ ഒക്കെ ഉണ്ടായിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലൈഫിൽ തകർന്നിരിക്കുന്ന ആൾക്കാർക്ക് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് ഹോപ്പ്. ഇനി അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ, ഇവനെ നമ്മൾ വിളിക്കുന്ന തന്നെ ആമസോൺ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ്. ഗ്രീൻ ഫ്ലാഗ് കൂടി നിഘണ്ടുവിൽ നോ ഇല്ല. എന്ത് അസാധ്യമായ ചെയ്തേക്കാം, പോയേക്കാം, പിന്നെന്താ, അത് ഭയങ്കര ഒരു അല്ലേ. ലക്ഷ്മി എന്നൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല. ഇവളന്ന് എഴുതിയിട്ടിരുന്ന ഒരു പോസ്റ്റിൽ സീറോ ഈഗോ പേഴ്സൺ. അത് നമ്മൾക്ക് പുറത്ത് നിൽക്കുന്നവർക്കും കൂടി പെട്ടെന്ന് മനസ്സിലാവും. വളരെ ഭയങ്കര സീറോ ഈഗോ പേഴ്സൺ ആണ്. ഓൾസോ ഇപ്പൊ എന്റെ കൂട്ടുകാര് ഇൻ സെക്കൻഡ്സ് ആണ് നിങ്ങൾ എല്ലാവരും കണക്ട് ചെയ്തത് ആദിത്യമായിട്ട്. ആദിത്യ സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ കൂട്ടുകാരല്ലേ ഇവന്റെ കൂട്ടുകാരായിപ്പോയി. ഞാൻ ഔട്ടും ഇവൻ ഇന്നും ആയിപ്പോയി ഇല്ലടാ. പിന്നെ നിന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോ എന്റെ കൂട്ടുകാരൻ. ഇതാണ് ആദിത്യ. അതാണ് ആദിത്യ. ഞാൻ ഒരിക്കൽ ഈയിടെ നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ആദിത്യ വളരെ കൂളായിട്ട് ആരോട് പറയാ, ഇത് അഞ്ജുവിന്റെ ഫ്രണ്ടാ, ഇപ്പൊ എന്റെ ഫ്രണ്ടാ, അത് ആഡ് ചെയ്ത് പറയും എല്ലാത്തിന്റെയും കൂടെ. അഞ്ജുവിന്റെ ഫ്രണ്ടായിട്ടാണ് പരിചയപ്പെടുന്നത്, പക്ഷെ ഇപ്പൊ എന്റെ ഫ്രണ്ടാ. എന്നെ പരിചയപ്പെടുത്തുമ്പോ എല്ലാരും പരിചയപ്പെടുത്തുമ്പോ അങ്ങനെയാ പറയാ. അതൊക്കെ കൊള്ളാം കേട്ടോ, നീ നന്മ മരം തന്നെ. അതെ, പറയണ്ട, വൈറലായിട്ട് ഗ്രീൻ ഫോറസ്റ്റ് ഇങ്ങനെ പറന്നോണ്ടിരിക്കുക. കുറെ പേരൊക്കെ അതിനകത്ത് കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് കമന്റ്സ്. നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാണ്, പക്ഷെ എന്നാലും രസമുണ്ട് നെഗറ്റീവ് കമന്റ്സ്. നെഗറ്റീവ് കമന്റ് ആൺകുട്ടികൾ കരയോന്നൊക്കെ, അതൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ. ആ ഒരു സ്റ്റിഗ്മ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആർക്ക് വേണമെങ്കിൽ കരയുമ്പോഴും എന്തുകൊണ്ട് കരയുന്നു എന്നുള്ളതാണ് അതിനകത്തെ മേജർ തിങ്. അപ്പം ഇപ്പം നീ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരവും കൂടെ ഇതാണെന്ന് വെച്ചാൽ, എനിക്കൊരു 25+ ഏജ് ആയി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ ലിറിക്സുമായിട്ട് എല്ലാ പാട്ടുകളും കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹിന്ദി പാട്ടാണെങ്കിലും തെലുഗു പാട്ടാണെങ്കിലും ഞാൻ ലിറിക്സ് വായിച്ച് മീനിങ് മനസ്സിലാക്കിയേ ഞാൻ ആ പാട്ട് കേൾക്കത്തുള്ളൂ. സോ അതായത് എനിക്ക് ആ പാട്ടുമായിട്ട് ഫുള്ളി കണക്ട് ചെയ്യാൻ പറ്റില്ല, ആ മ്യൂസീഷ്യൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ള ഒരു ഇതപ്പം ഈ ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മളൊന്ന് ചേർന്ന് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഈ ഒരു ഞാൻ ഇവിടുത്തെ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എല്ലാവരും ഒരുമിച്ച് വന്നാലേ നമ്മളിത് കല്യാണം കഴിക്കത്തുള്ളൂ, എല്ലാ പാരൻസും റിലേറ്റീവ്സും എല്ലാവരും ഓക്കെ ആയിരിക്കണം, അപ്പം നമ്മൾ എല്ലാവരെയും കൺവിൻസ് ചെയ്യണം ഈ ഒരു പോയിന്റിൽ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി, ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്നിട്ടുമുണ്ട് അതിന്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്ന്, അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് കൊണ്ടല്ല, അത് അതിനകത്തൊരു ബുദ്ധിമുട്ടോ സങ്കടമോ അതായത് ഞാനത് നിർത്തിയിട്ട് രണ്ടാമത്തെ തവണ ഇരുന്നിട്ട് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വീണ്ടും അത് തന്നെ ബാക്ക് ടു ആ റഷ് ഓഫ് ഇമോഷൻസ്. പക്ഷെ എനിക്കിപ്പം ഈ അടുത്ത എൻ്റെ ഫാദറിൻ്റെ റിട്ടയർമെൻറ്റ് സെറിമണി ടൈമിൽ അച്ഛൻ ഒരു
ഒരു ഇൻറ്റിമേറ്റ് സെറമണിയാണ് നടക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പലരും അച്ഛനെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തതിനെ പറ്റിയിട്ടും പലരുമായിട്ടുള്ള ഒരു കണക്റ്റിനെ, അച്ഛൻ 30 കൊല്ലം ആയിട്ടും ആ സെയിം കമ്പനി സെയിം ബാങ്കിൽ തന്നെ വർക്ക് ചെയ്തു. 30 അല്ല 42 കൊല്ലം വർക്ക് ചെയ്തു സെയിം സ്ഥലത്ത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പല 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 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇമോഷണൽ ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹാൻഡ് കർച്ചീഫ് എടുത്ത് അച്ഛനോട് എടുത്തു. എന്നിട്ട് ഞാൻ സ്റ്റേജിലിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, ഇപ്പം ഞാൻ എന്നെയും എൻ്റെ അനിയത്തിയാൻ പറ്റിയിട്ട് ഇത്രയും പ്രൗഡാന്നൊക്കെയുള്ള കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അപ്പോൾ എനിക്ക് ഹാൻഡ് കർച്ചീഫ് ഇല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ബുദ്ധിമുട്ടി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എനിക്കൊരു റഷ് ഓഫ് ഇമോഷൻസ് വന്നാൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ബട്ട് അതിനകത്ത് മോശമൊന്നുമില്ല. ഇപ്പം നമുക്കിപ്പം ഗൈസ് ആണെങ്കിൽ കരയുന്നത് വൈ ഷുഡ് ബോയ്സ് നോട്ട് ക്രൈ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കരയണമെങ്കിൽ കരയണം. തീർച്ചയായിട്ടും. എനിക്ക് തൊട്ട് മുന്നേ അഞ്ജു കരഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത് നമ്മളിത് ക്ലാരിഫൈ അതും എനിക്ക് കുറച്ചൊരു ഇതാണ്. ഇവളും ഒരുപാട് ഒരു ഇമോഷണൽ സൈക്കിളിലൂടെ കടന്നുപോയി, ഇവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അപ്പൊ പിന്നെ അതും ഞാൻ ഓർത്തായിരുന്നു. അവളും ഇത്ര ഹാപ്പി ആയിട്ടൊരു ദിവസം നിൽക്കുന്നു. അഞ്ചു മറ്റേ ലൈറ്റ് കത്തിയ പോലെ ഫേസ് ചിരിച്ചോണ്ടല്ലേ തുടക്കം തൊട്ടിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടായിരുന്നു ഇരിക്കുന്നത്. എന്റെ ഒരു 100 ഇരട്ടി എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവൾക്ക്. കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എന്താ പറയാ, ഭയങ്കര സന്തോഷിച്ചാ ഞാൻ കല്യാണം കഴിച്ചത്. ഭയങ്കര ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ചതാ. അതെ അതെ, 5 മിനിറ്റിന്റെ വീഡിയോ അവള് തന്നെ ഡാൻസ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് പ്രത്യേകം പറയുന്ന കാര്യമാണ്. അതായത് അഞ്ജുവിന്റെ കല്യാണത്തിന്റെ ഒരു 1 വീക്ക് മുന്നേ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒരു ഡാൻസ്, ഗൈസ് ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്, അത് ആള് തന്നെ കണ്ടുപിടിച്ച് പഠിച്ച് കളിച്ച് റെക്കോർഡ് ചെയ്ത് നമുക്കൊക്കെ അയച്ചു. നമ്മൾ ആരും പഠിച്ചില്ല, അത് വേറെ കാര്യം. നോക്കി നിന്ന് കളിക്കുന്നത് ഞാൻ നോക്കുമ്പോ. പക്ഷെ അതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ്. ഇറ്റ്സ് ഫൺ. ഈവൻ ഈ കല്യാണം പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ ലക്ഷ്മി തന്നെയാണ് അതിനകത്ത് സംഭവത്തില് മിക്കതും. സ്റ്റൈലിസ്റ്റ് ലക്ഷ്മി, ബാക്കിയെല്ലാം ലക്ഷ്മി, വെഡിങ് പ്ലാനർ ലക്ഷ്മി. അല്ല അതെന്താ അറിയോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാ ഞാനത് ചെയ്യുമ്പോ. കാരണം എനിക്ക് എക്സൈറ്റ്മെന്റ് കാണാൻ ഭയങ്കര ഇഷ്ടമായി. ഓരോ സാധനവും ഒരു 200 വീഡിയോ കോൾ ആയിരിക്കത്തില്ല അഞ്ചു വിളിക്കുന്നു. അത് കഴിഞ്ഞ് അഞ്ചുവിന്റെ സൈഡാക്കി കഴിഞ്ഞത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടുത്തത് മറ്റേ ലക്ഷ്മി, അത് നമുക്ക് ആ ഡ്രസ്സ് അങ്ങനെ. അപ്പം അല്ലെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ. കാരണം ഇതുണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു. കുറേ പേർക്കുള്ള ഒരു മെസ്സേജാ ആക്ച്വലി. ഇവിടെ ഒരു ലൈഫ് തീർന്നില്ല. എക്സാക്ട്ലി, ഭയങ്കര ഒരു മെസ്സേജാ അത്. എനിക്ക് അറിയാവുന്ന എനിക്ക് ചുറ്റും ഉള്ള എത്രയോ പേരുണ്ട് എങ്ങനെയെങ്കിലും ഉരുണ്ടു പോയാൽ മതി, ഇങ്ങനത്തെ ഗ്രീൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. എവിടെയെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് റൈറ്റ് പേഴ്സൺ വരും. ഇതൊരു ഹോപ്പാണ്, റീഅഷുറൻസ് ആണ്. ഒരുപാട് ആദിത്യന്മാര് അല്ലെ എവിടെയെങ്കിലൊക്കെ വരും, എവിടെന്നെങ്കിലൊക്കെ പറഞ്ഞില്ലേ കുറെ കടമ്പകൾ കടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? വീട്ടില് നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നതുകൊണ്ട് വീട്ടില് അമ്മയ്ക്കും അച്ഛനും ഇവളെ പണ്ട് ഇഷ്ടമാണ്. ഇവളെ ആസ് എ പേഴ്സൺ ഇവളെ അവർക്ക് കാര്യമാണ്. പക്ഷെ അവരുടെ ഫാമിലിക്ക് അറിയാം. പക്ഷെ അതിനകത്ത് ഒരു ഇഷ്യൂ എന്ന് വെച്ചാല് അമ്മയും അച്ഛനും കുറച്ച് പ്രൊട്ടക്റ്റീവായിട്ട്, കാരണം ഞാൻ കുറച്ച് പ്രൈവറ്റ് പേഴ്സൺ ആണ്. എനിക്കൊരു സർക്കിളേ ഉള്ളൂ. ആ സർക്കിൾ ഞാനിങ്ങനെ എക്സ്പാൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അച്ഛനൊരു പേടി, അല്ലെ അമ്മയ്ക്കൊരു പേടി, ഇതിനകത്ത് ഒരുപാട് പബ്ലിക്കായി പോകുമോ നിൻ്റെ ലൈഫ്, നിനക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, നിനക്കത് ഇമോഷണലി നീ അതിനകത്ത് ഓക്കെ ആയിരിക്കും, അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ആണ്. അല്ലാതെ അങ്ങനത്തെ ഒരു കൺസേൺ ആയിരുന്നു, അല്ലാതെ വേറെ കൺസേൺ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും തന്നെ ചെയ്തത്. ഇപ്പോൾ ഇവളുടെ അച്ഛനും എൻ്റെ അച്ഛനും തന്നെ രജിസ്റ്റർ മാരേജിന്റെ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്തത്. ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തൊരു സംഭവം. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ എൻറ്റയർ മാരേജ് പ്ലാൻ ചെയ്തതും അത് ഫണ്ട് ചെയ്തതും ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ. അപ്പോൾ ഐ തിങ്ക് അവരതിനകത്ത് അവർക്ക് അതിൻ്റെ ഒരു പ്രൈഡ് ഉണ്ട്. കാരണം എൻ്റെ അമ്മയും അച്ഛനും പണ്ട് പറയുമായിരുന്നു, അവർ കല്യാണം കഴിച്ച സമയത്ത് അവർക്ക് ഒട്ടും തന്നെ ഈ ഫിനാൻഷ്യലി സെറ്റിൽഡ് അല്ലായിരുന്നു. അപ്പോൾ പല സ്ഥലത്തുനിന്നും കടം വാങ്ങിച്ചൊക്കെയാണ് ചെയ്തത്, കാരണം അവരുടെ പേരൻസ് ഒട്ടും ഫിനാൻഷ്യലി സെറ്റിൽഡ് അല്ല, അങ്ങനത്തെ ഒരു പോയിന്റ്. അപ്പം എനിക്ക് തോന്നുന്നു അത് അവരെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പലതവണ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, സപ്പോർട്ട് വേണോ? ഞാൻ പറയും വേണ്ട, അണ്ടർ കൺട്രോളാണ് എല്ലാം. ഞങ്ങൾ ഓൾറെഡി അതിനൊരു ഫണ്ട് വെച്ചിട്ടുണ്ട്, ഒരു ബജറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഞാൻ ഇവിടെ വരുന്ന ആദ്യം ബജറ്റ് ഇട്ടു, ആ ബജറ്റിന്റെ താഴെ വന്നിട്ടുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെയാണ് ചെയ്തത്, നല്ല പ്ലാനിങ്ങിലാണ് ചെയ്തത്. ഓൾദോ കുറെ കാര്യങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ പൈസ കൊണ്ട് കല്യാണം. പിന്നെ
അപ്പം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ആരെ വിളിക്കണം, ആരൊക്കെ വരണം, ആരൊക്കെയാണ് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ. അപ്പം ഞങ്ങൾക്ക് പാരൻസിനും നമ്മളൊരു അലവൻസ് കൊടുത്തു അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിക്കാനും. കാരണം അല്ലെങ്കിൽ അവർ നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ. അപ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാണ് നടത്തിയത്. ഇപ്പം അന്നിരുന്ന് ഓർക്കുമായിരുന്നു രാവിലെ ആ ഹാളിലിരുന്ന ഒരു 100-300 പേര് എല്ലാവരുമായിട്ടും എനിക്കോ ഇവൾക്കോ 1-to-1 കണക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് നേരെ ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നേരെ കോൾ ചെയ്യാം, അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബന്ധമുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാണാറില്ല, ഞാൻ ഇങ്ങനെ വിതുമ്പിയ സമയത്ത് പലരും വിതുമ്പി അവിടെ. അപ്പൊ ഞാനപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേണ്ടായിരുന്നു, അവർക്കും ഒരുപാട് വിഷമമായി പോയെന്നുള്ള ഒരു അവസ്ഥ. പക്ഷേ ആ ഹാളിൽ തന്നെ ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞു പെട്ടെന്ന്. കാരണം അവർക്കൊക്കെ അറിയാം നമ്മൾ തമ്മിലുള്ള കണക്ഷനും നമ്മൾ തമ്മിലുള്ള സ്നേഹവും. വേറൊരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മറ്റേ വാലന്റൈൻസ് ഡേ ഒക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലിനായിട്ട് വാലന്റൈൻസ് ഡേ സർപ്രൈസുകളൊക്കെ കൊടുക്കുന്നൊക്കെ ആദിത്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റേ കപ്പിളിന്റെ ഇതിനകത്ത് നമ്മൾ കയറി ഫോട്ടോ സർപ്രൈസുകൾ കൊടുക്കാൻ ഭയങ്കര മിടുക്കണം. വാലന്റൈൻസ് ഡേക്ക് ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ ബാംഗ്ലൂരിൽ വാ, ഞാനിങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ ട്രീറ്റ് പോലെ നിനക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ അവരെ വൈകിട്ട് റിസപ്ഷന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു കപ്പിളാണ്, നമുക്കൊരു ചെറിയൊരു ക്യാൻഡിൽ ഡിന്നർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, സാറ് വന്നാൽ മതി, അത് നമുക്ക് റെഡിയാക്കി തരാം, നിങ്ങളങ്ങ് വന്നാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനോർത്ത് ഓക്കെ, അവർക്ക് ഇതൊക്കെ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് ആയിരിക്കും, നമ്മൾ ചെന്നാൽ അവരിതെല്ലാം ആക്കി തരുമായിരിക്കും എന്നുള്ള ഇതിലാണ് ഞാനിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, അതിനകത്ത് നമ്മൾ പ്രോപ്പർ ആരോ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ലേ, മൊത്തം റോസാപ്പൂവ്, ലവ് ചിഹ്നം, ബലൂണ്, ഷാംപെയിൻ, ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ആ വെയിറ്റർ ചേട്ടനാണെങ്കിൽ നമ്മളോട് വരൂ സാർ, വരൂ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടൊരു, അപ്പോൾ എൻ്റെ തലയിൽ കൂടെ ഓടുന്നത്, ഓ ഇവൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പാടും, ഓ മൈ ഗോഡ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഒരു നാണമില്ലാതെ രണ്ടുപേരും ആ വെയിറ്റർ ചേട്ടൻ നിക്കൂ നിക്കൂ, നിങ്ങൾ നിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോസ് ചെയ്ത് ഫോട്ടോ എടുത്തോ. നമ്മുടെ പൂൾ സൈഡിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് മാറി ഒരുപാട് ദൂരെ അവർ നമുക്ക് വേണ്ടി മാത്രം ഒരു ടേബിൾ സെറ്റ് ചെയ്ത് ക്യാൻഡിൽസ് ഒക്കെ ഒരുക്കി ചുറ്റിനും ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ പെറ്റൽസ് ഒക്കെ ഇട്ട് നമ്മളെ അവിടെ വിളിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയോ എന്നൊക്കെ ഇംപ്രസ്ഡ് ആയിപ്പോയി അവരെ പറ്റിയിട്ട്, ആ ഒരു ഹോട്ടൽ ചെയിനിനെ പറ്റിയിട്ട്. ഫോട്ടോ എടുത്തിട്ട് ആ ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്തു, ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞ് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഷാംപെയിൻ എന്തോ അല്ല ഷാംപെയിൻ പൊട്ടിക്കാനല്ല, അവർ എൻ്റെ അടുത്ത് മെനു നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ മെനുവാ, ഈ മെനുവിലെ സാധനങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, കാരണം ഇതൊരു പാക്കേജാണ്. അപ്പം ഞാൻ പാക്കേജ് ഓർഡർ ചെയ്തില്ലല്ലോ. അപ്പം ഇവളിങ്ങനെ സൈഡിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഒരാൾ അവിടുന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ആള് മാറിപ്പോയി സാർ, നിങ്ങളല്ല കപ്പിൾ, വേറൊരു കപ്പിൾ ഇപ്പോൾ വരും, നിങ്ങളിവിടുന്ന് പെട്ടെന്ന് മാറണം. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഇവിടെ വരെ വന്നു, നമുക്ക് 2-3 ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോകാം. 2-3 ഫോട്ടോ, ഒരു നാണമില്ലാത്ത നാട്ടുകാരുടെ ചെലവിൽ മറ്റേ ഫോട്ടോ എടുത്തിട്ട് റൂമിൽ പോയി സാധാ ഭക്ഷണം കഴിച്ചു. റെസ്റ്റോറന്റിൽ പോയി കഴിച്ചിട്ട് ഇല്ലടാ, റെസ്റ്റോറന്റിൽ പോയില്ല, റൂമിൽ പോയി ചോറും തൈരും കഴിച്ചിട്ട് കിടന്നുറങ്ങി. അങ്ങനെ കുറെ ഫൺ സാധനങ്ങളുണ്ട്.